നെക്സ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ 6, ദാറ്റ് ഈസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ 6th വീഡിയോ ആണ്. നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ. നമ്മൾ ഇതുവരെ ഹോമോജീനിയസ് ഇക്വേഷൻ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്. മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് ആണ്. നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ നമ്പർ 1 ആണ്. 1 മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് ആണ്. ഓക്കെ, നമുക്ക് എന്താണെന്ന് നോക്കാം. നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ. Solution of non-homogeneous differential equation. Consider the equation y2 dash plus ay dash plus by equal to r of x, where a and b are constant. ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് 0 അല്ല, നോട്ട് ആർ എക്സ് ആണ് റൈറ്റ് ഹാൻഡ് സൈഡ്. അതുകൊണ്ടാണ് ഇതിനെ നോൺ ഹോമോജീനിയസ് എന്ന് പറയുന്നത്. ഇനി ആർ എക്സ് 0 ആണെങ്കിലോ ഇത് ഹോമോജീനിയസ് ആകും. റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഹോമോജീനിയസും, റൈറ്റ് ഹാൻഡ് സൈഡ് നോട്ട് ഈക്വൽ ടു 0 ആണ്. ആർ എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇത് നോൺ ഹോമോജീനിയസും ആണ്. അതാണ് ഇതിൻ്റെ ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ആർ എക്സ് 0 ആയിട്ട് എടുക്കുക, റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആയിട്ട് എടുക്കുക. അപ്പം y2 ഡാഷ് പ്ലസ് ay ഡാഷ് പ്ലസ് by ഈക്വൽ ടു 0 ആണ് ഈ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഇക്വേഷൻ. അത് ഇതാണ് ഇക്വേഷൻ 2. ഇക്വേഷൻ 2 കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഇക്വേഷനും ഇക്വേഷൻ 1 ഗിവൺ നോൺ ഹോമോജീനിയസ് ഇക്വേഷനുമാണ്. ഇതാണ്. അപ്പോൾ നമ്മൾ ഈ 1ഉം 2ഉം കൂടെ കൂടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് പറയാം. തിയറം 1, if y1 and y2 are two solutions of the non-homogeneous equation 1, then their difference y1 minus capital Y1 ആണ്. capital Y1 minus y2 is a solution of the corresponding homogeneous equation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ Y1 എന്നും ക്യാപിറ്റൽ y1ഉം ക്യാപിറ്റൽ y2ഉം ഇക്വേഷൻ നമ്പർ 2വിൻ്റെ സൊല്യൂഷൻ ആണെങ്കിൽ y1 മൈനസ് y2 എന്ന് പറയുന്നത് y1 മൈനസ് y2 എന്ന് പറയുന്നത് ഇക്വേഷൻ 2വിൻ്റെ സൊല്യൂഷൻ ആണെന്നാണ്. y1 മൈനസ് y2 ദാറ്റ് ഈസ് y1 മൈനസ് y2 ഇക്വേഷൻ 2 ഹോമോജീനിയസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണെന്നാണ്. ദാറ്റ് ഈസ് y1 മൈനസ് y2 ഈസ് ഈക്വൽ ടു c1 y1x പ്ലസ് c2 y2x, where y1 and y2 are the fundamental solution of homogeneous equation. സ്മോൾ y1 സ്മോൾ y2 ഇതിൻ്റെ ഫണ്ടമെൻ്റൽ സൊല്യൂഷൻ ആണെങ്കിൽ ക്യാപിറ്റൽ y1 ക്യാപിറ്റൽ y1 ഇക്വേഷൻ നമ്പർ 1ൻ്റെ സൊല്യൂഷൻ ആണെങ്കിൽ ക്യാപിറ്റൽ y1 മൈനസ് ക്യാപിറ്റൽ y2 ഈക്വൽ ടു c1 y1x പ്ലസ് c2 y2x, where y1 this y1 and y2 are the solutions of homogeneous equation. Then theorem 2, is the general solution of homogeneous equation. Non-homogeneous equation 1 can be written as in the form y equal to phi of x, where c1 y1x plus c2 y2x plus ypx, where y1 and y2 are the fundamental set of solution of the corresponding homogeneous equation 2. അപ്പോൾ y1ഉം y2ഉം ഈ y1ഉം y2ഉം കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഇക്വേഷൻ്റെ ഫണ്ടമെൻ്റൽ സൊല്യൂഷനാണ്. yp ഈസ് സം പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ഹോമോജീനിയസ് ഇക്വേഷൻ. ദാറ്റ് ഈസ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് 1 ഈസ് ഓഫ് ദ ഫോം y ഈക്വൽ ടു yh പ്ലസ് yp. ഈ yhനെ നമ്മൾ കോംപ്ലിമെൻ്ററി ഫങ്ഷൻ എന്ന് പറയും. ypനെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയും. അപ്പോൾ yh എന്ന് പറയുന്നത് അത് നിങ്ങൾ yh എന്ന് പറയുന്നത് ഇതിൻ്റെ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. yh എന്ന് പറയുന്നത് ഇതിൻ്റെ ഹോമോജീനിയസ് സൊല്യൂഷൻ്റെ ഇക്വേഷനാണ്. ഇതാവും c1 y1x പ്ലസ് c2 y2x y1 എന്ന് പറയുന്നത്. ദെൻ ഈ ypx എന്ന് പറയുന്നത് ഇതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷനാണ്. അതാണ്. അപ്പോൾ yh നമുക്ക് കാണാൻ അറിയാം. yh എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷനാണ് yh എന്ന് പറയുന്നത്. ഈ yh എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ypയും കണ്ടുപിടിക്കണം. ഓക്കെ, വി ആർ ഓൾറെഡി ഫെമിലിയർ വിത്ത് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് yh, കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചു. ഫോർ ഡിറ്റർമിൻ ദ പർട്ടിക്കുലർ സൊല്യൂഷൻ yp, പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടാനായിട്ട് വേരിയസ് മെത്തേഡ് എക്സിസ്റ്റ്.
നമ്മൾ രണ്ട് മെത്തേഡിലാണ് വൈ പി കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ്, ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇത് സെക്കൻഡ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ. അപ്പം മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റിലും മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്ററിലും നമ്മൾ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കും. അതിൽ ആദ്യത്തത് മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് ആണ്. മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് is a simpler method for determining the particular solution yp of the second order non-homogeneous differential equation with the constant coefficient. എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എയും ബിയും കോൺസ്റ്റന്റ് ആണ്. ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സിംപ്ലർ മെത്തേഡാണ് മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ്. ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, the disadvantage of this method is that the applicable only to those non-homogeneous linear differential equation whose right hand side. ഈ ആർ എക്സ് എന്ന് പറയുന്നത് ഈ മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുന്നത് ആർ എക്സ് എന്തായിരിക്കണം? ആർ എക്സ് ഇസ് എ സിംഗുലർ പവർ. ആർ എക്സ് എന്തായിരിക്കണം? എക്സ് ആയിരിക്കണം, ഒന്നുകിൽ എക്സ് ആയിരിക്കണം അല്ലെങ്കിൽ പോളിനോമിയൽ ആയിരിക്കണം. ആർ എക്സ് എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ ആയിരിക്കണം, ഒന്നുകിൽ എക്സോ എക്സിന്റെ പവറോ അല്ലെങ്കിൽ പോളിനോമിയൽ ആയിരിക്കണം, അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആയിരിക്കും, ഇ പവർ എക്സിലായിരിക്കണം, അല്ലെങ്കിൽ സൈൻ ഓർ കോസ് എക്സിലായിരിക്കണം, അല്ലെങ്കിൽ സം ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് സച്ച് ഫംഗ്ഷൻ. ഇതിലാണെങ്കിൽ മാത്രമേ ഈ ഇക്വേഷന്റെ ഈ നോൺ ഹോമോജനിയസ് ഇക്വേഷന്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പിന്നെ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ കണ്ടുപിടിക്കണം. ഇപ്പൊ നമ്മൾ ആദ്യം മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വർക്കിംഗ് റൂൾ ഫോർ ഡിറ്റർമിൻ ഓഫ് ജനറൽ സൊല്യൂഷൻ ഓഫ് നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ y2 dash plus ay dash plus by equal to rx. ഇത് മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റിൽ ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതാണെന്ന്. സ്റ്റെപ്പ് 1, ഫൈൻഡ് ദ സൊല്യൂഷൻ yh ഓഫ് ദ കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഇക്വേഷൻ. അപ്പൊ ഇതിന്റെ ഹോമോജീനിയസ് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതിനെ നമ്മൾ yh എന്ന് പറയും. ഇതാണ് ഹോമോജീനിയസ് ഇക്വേഷൻ. അതിന്റെ yh കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ബേസ് കണ്ടുപിടിക്കുക, y1 ഉം y2 ഉം. അപ്പോൾ yh ഈക്വൽ ടു c1y1x പ്ലസ് c2y2x ആയിരിക്കും. ഇതായിരിക്കും ഇതിന്റെ yh. നെക്സ്റ്റ് സ്റ്റെപ്പ് 2, ഫൈൻഡ് ദ പർട്ടിക്കുലർ സൊല്യൂഷൻ yp ഓഫ് നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ. ഈ നോൺ ഹോമോജീനിയസ് ഇക്വേഷന് ഈ നോൺ ഹോമോജീനിയസ് ഇക്വേഷന്റെ yp പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഈ നോൺ ഹോമോജീനിയസ് ഇക്വേഷന്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അത് റൂൾ 1 ഉപയോഗിച്ചോ, റൂൾ 1b ഉപയോഗിച്ചോ, റൂൾ 2 ഉപയോഗിച്ചോ, റൂൾ 2b ഉപയോഗിച്ചോ ഈ നോൺ ഹോമോജീനിയസ് ഇക്വേഷന്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. Then the general solution of 1 is y equal to yh, that is complementary function, plus yp, particular integral. അപ്പോൾ നമ്മൾ ഈ 3 റൂൾ വെച്ചാണ്, റൂൾ 1, റൂൾ 1b, റൂൾ 2, റൂൾ 2b, ഈ 4 റൂൾ ഉപയോഗിച്ചാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഓരോന്നോരോന്ന് നമുക്ക് നോക്കാം. റൂൾ 1, ബേസിക് റൂളാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബേസിക് റൂള് നമ്മൾ ഇവിടെയാണ്. If Rx is in the differential equation 1 is one of the fundamental column, one of the function in column 1 of the following table, choose the corresponding function yp in column 2 and determine the undetermined coefficient by substituting yp and its derivative in 1. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോളം നമുക്ക് തന്നിരിക്കുന്ന Rx, ഇത് Rx k e പവർ പി എക്സ് എന്ന ഫോമിലാണെങ്കിൽ നമ്മൾ yp എടുക്കേണ്ട c, ഇത് k കോൺസ്റ്റന്റ് ആണ്, അങ്ങനെ c e പവർ പി എക്സ് ആയിരിക്കണം yp എടുക്കുന്നത്. ഇനി പോളിനോമിലാണെന്ന് വിചാരിക്കുക, ഒരു nth ഡിഗ്രി പോളിനോമിലാണ്, എക്സ് പവർ n ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ nth ഡിഗ്രി പോളിനോമിലാണ് pnx. Rx pnx ആണെങ്കിൽ, pnx ഒരു പോളിനോമിലാണെങ്കിൽ kn x പവർ n പ്ലസ് kn മൈനസ് 1 x പവർ n മൈനസ് 1 സോ ഓൺ k1x പ്ലസ് k0 ആയിരിക്കണം yp. ഇനി Rx k cos qxo k sin qxo ആണെങ്കിൽ yp എന്ന് പറഞ്ഞാൽ
കെ കോസ് ക്യു എക്സ് ആണെങ്കിൽ കെ കോസ് ക്യു എക്സ് പ്ലസ് എം സൈൻ ക്യു എക്സ് ആയിരിക്കണം. അല്ലെങ്കിൽ കെ സൈൻ ക്യു എക്സ് ആണെങ്കിലും കെ കോസ് ക്യു എക്സ് പ്ലസ് എം സൈൻ ക്യു എക്സ് ആയിരിക്കണം പർട്ടിക്കുലർ സൊല്യൂഷൻ. ഇനി ആർ എക്സ് കെ ഇ പവർ പി എക്സ് സൈൻ ക്യു എക്സ് അല്ലെങ്കിൽ കെ ഇ പവർ പി എക്സ് കോസ് ക്യു എക്സ്, ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒരെണ്ണമാണെങ്കിൽ വൈ പി എന്ന് പറയുന്നത് ഇ പവർ പി എക്സ് ഇൻറ്റു കെ കോസ് ക്യു എക്സ് പ്ലസ് എം സൈൻ ക്യു എക്സ് ആയിരിക്കണം. അപ്പോൾ 1, 2, 3, 4, 5, 6 ഈ തരത്തിലുള്ള ആർ എക്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റിൽ കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ വൈ പി ഈ 4 തരത്തിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും. ഈ 2 തരത്തിൽ ചോദിച്ചാലും വൈ പി ഇതായിരിക്കും, ഈ 2 തരത്തിൽ ചോദിച്ചാലും വൈ പി ഇതായിരിക്കും. ഇതിൽ പ്രധാന കാര്യം ഇതാണ് അറ്റൻഷൻ. റൂൾ 1 cannot be applied if a term in Rx is a solution of the homogeneous equation corresponding to equation 1. In that case we apply rule 2. എന്ന് പറഞ്ഞാൽ ഈ ആർ എക്സ് എന്ന് പറയുന്നത് ഇതിലേതെങ്കിലും ഒരെണ്ണം, ഈ ആർ എക്സ് എന്ന് പറയുന്നത് ഇതായിരിക്കില്ല, ഈ ഫസ്റ്റ് കോളത്തിലുള്ളതായിരിക്കും. അപ്പോൾ വൈ ഇവിടെ നമ്മൾക്ക് വൈ എച്ച് കണ്ടുപിടിക്കും. വൈ എച്ച് എന്ന് പറയുന്നത് ഉണ്ടാവും. വൈ എച്ച് ഇതാണ് ഈ വൈ എച്ച് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ഈ കോംപ്ലിമെന്ററി ഫംഗ്ഷന്റെ അകത്ത് വൈ എച്ചിന്റെ അകത്ത് ഇതേതെങ്കിലും ഈ ആർ എക്സ് വരുന്നുണ്ടെങ്കിൽ, വൈ എച്ചിന്റെ അകത്ത് ഈ ആർ എക്സ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ ഈ മെത്തേഡ് പറ്റൂല, ഇതിന്റെ മോഡിഫൈഡ് മെത്തേഡ് പറ്റുള്ളൂ, റൂൾ 2 പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ആർ എക്സ് എടുക്കുന്ന ആർ എക്സിൽ വരുന്ന ഫംഗ്ഷൻ വൈ എച്ചിൻ്റെ അകത്ത് വരുന്നതാണെങ്കിൽ ഈ മെത്തേഡ് പറ്റൂല എന്നാണ് പറയുന്നത്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ വളരെ സിമ്പിളാണ്. എക്സാമ്പിൾ നമ്പർ 1, യൂസിങ് റൂൾ 1 സോൾവ് വിത്ത് ഹോമോജീനിയസ് ഇക്വേഷൻ. ഇതാണ് ഹോമോജീനിയസ്. y2 ഡാഷ് മൈനസ് 4y ഡാഷ് പ്ലസ് 3y ഈക്വൽ ടു 10 e റൈസ് ടു മൈനസ് 2x. അപ്പോൾ ഇതിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ് ഹോമോജീനിയസ് ഫംഗ്ഷൻ. ഇതിന്റെ ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആക്കി. ഇതാണ് ഇതിന്റെ ഹോമോജീനിയസ് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്തായിരിക്കും? ലാംഡ സ്ക്വയർ മൈനസ് 4 ലാംഡ പ്ലസ് 3 ഈക്വൽ ടു 0 ആയിരിക്കും. അതെന്തായിരിക്കും? ദാറ്റ് ഈസ് ലാംഡ മൈനസ് 1 ഇൻറ്റു ലാംഡ മൈനസ് 3 ആയിരിക്കും. 3 ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ലാംഡ ഈക്വൽ ടു 1, ലാംഡ ഈക്വൽ ടു 3 ആയിരിക്കും. ഇതിന് റൂട്ട് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ റൂട്ട് ലാംഡ ഈക്വൽ ടു 1, ലാംഡ ഈക്വൽ ടു 3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഹോമോജീനിയസ് ഇക്വേഷൻ സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ വൈ എച്ച് ഈക്വൽ ടു C1 e to power of ലാംഡ എക്സ്. അപ്പൊ C1 e to power of x പ്ലസ് C2 e to power of 3x ആണ്. അതാണ് വൈ എച്ച്. അങ്ങനെ നമുക്ക് വൈ എച്ച് കിട്ടി. ഓക്കെ, അങ്ങനെ വൈ എച്ച് കിട്ടി. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം, ഈ വൈ എച്ചിൻ്റെ അകത്ത് റൂൾ 1 ഉപയോഗിക്കണമെങ്കിൽ ഈ വൈ എച്ചിൻ്റെ അകത്ത് വൈ എച്ച് ഇതാണ് ഇ പവർ എക്സ്. അതിന്റെ ബേസിസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ സൊല്യൂഷൻ ഇ പവർ എക്സും ഇ പവർ 3x ആണ്. അതിവിടെ ഉണ്ടെന്നു. ആർ എക്സ് അതല്ല, ഇ പവർ എക്സും അല്ല, ഇ പവർ 3x അല്ല, ആർ എക്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൂൾ 1 ഉപയോഗിക്കാം. ഇവിടെ ആർ എക്സ് എന്ന് പറയുന്നത് 10 e റൈസ് ടു മൈനസ് 2x ആണ്. ആർ എക്സ് എന്ന് പറഞ്ഞ 10 e റൈസ് ടു മൈനസ് 2x ആണ്. അപ്പോൾ നമ്മൾ എന്താ, ആർ എക്സ് 10 e റൈസ് ടു മൈനസ് 2x ഇതിലാണ് വരുന്നത്. 10 e റൈസ് ടു മൈനസ് 2x 10 e റൈസ് ടു മൈനസ് 2x ആണ്. അപ്പൊ നമ്മൾ എടുക്കേണ്ടത് എന്താ? വൈ പി സി ഇ പവർ പി എക്സ് ആണ്. സി ഇ പവർ പി എക്സ് ആണ്. ഈ പിയും ഈ പിയും ഒന്ന് തന്നെയാണ്. ഇവിടെ ക്യാപിറ്റൽ കെ ആണെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ സി ആകണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 10 e റൈസ് ടു മൈനസ് 2x ആണ് ഇവിടെ ആർ എക്സ്. അങ്ങനെയാണെങ്കിൽ വൈ പി എന്ന് പറയുന്നത് സി ഇ പവർ മൈനസ് 2x ആണ് വൈ പി. അതാണ് വൈ പി ആയിട്ട് എടുത്തു. വളരെ സിമ്പിളാണ്. വൈ പി ആയിട്ട് എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇത് ഈ വൈ പിയുടെ സ്ഥാനത്ത് വൈ പി ഈക്വൽ ടു സി ഇ റൈസ് ടു മൈനസ് 2x എന്ന് എടുത്തു. എന്നിട്ട് വൈ പി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ y2 ഡാഷ്
വൈക്ക് പകരം വൈ പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ വൈ പി ടു ഡാഷ് വൈ ടു ഡാഷ് എന്നുള്ളതാണ്, ഇവിടെ വൈ ടു ഡാഷ് ആണ്. അപ്പോൾ വൈ പി ടു ഡാഷ് മൈനസ് ഇവിടെ 4y ഡാഷ് ആയതുകൊണ്ട് മൈനസ് 4yp ഡാഷ്, ഇവിടെ പ്ലസ് 3y ആയതുകൊണ്ട് 3yp ഈക്വൽ ടു 10 e റൈസ് ടു മൈനസ് 2x എന്ന് എടുത്തു. ഇത് തന്നിരിക്കുന്ന ഹോമോജീനിയസ് ഇക്വേഷന്റെ പർട്ടിക്കുലർ സൊല്യൂഷനാണ് വൈ പി. അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ 4ന്റെ അകത്ത് വൈയുടെ സ്ഥാനത്ത് വൈ പി കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ കിട്ടി. ഇതാണ് കിട്ടിയ ഇക്വേഷൻ. ഇനി നമ്മൾ വൈ പി എന്തായിട്ട് എടുത്തു? സി ഇ പവർ മൈനസ് 2x ആയിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം വൈ പിക്ക്. വൈ പി ടു ഡാഷ്, അപ്പോൾ സി ഇ റൈസ് ടു മൈനസ് 2xനെ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സി ഇ പവർ മൈനസ് 2xനെ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടി. -4 ഇവിടെ എഴുതി. വൈ പി ഡാഷ് സി ഇ പവർ മൈനസ് 2xനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ -2 സി ഇ പവർ മൈനസ് 2x കിട്ടി. 3 വൈ പി അതുപോലെ തന്നെ എഴുതി. വൈ പി എന്ന് പറഞ്ഞാൽ സി ഇ പവർ മൈനസ് 2x ഈക്വൽ ടു 10 ഇ റൈസ് ടു മൈനസ് 2x ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുക ഇ പവർ മൈനസ് 2x കൂടെ ത്രൂ ഔട്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ്റെ അകത്ത് സി ഇ പവർ മൈനസ് 2x ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം പോവും. ഇ പവർ അപ്പോൾ എന്താ 4c പ്ലസ് 8c പ്ലസ് 3c ഈക്വൽ ടു 10 എന്ന് കിട്ടി. അപ്പോൾ എത്രയാ? സി ഈക്വൽ ടു 2/3 എന്ന് കിട്ടി. സിയുടെ വാല്യൂ കിട്ടി. അപ്പോൾ വൈ പി എന്താ? വൈ പി സി ഇ പവർ മൈനസ് 2x എന്നാണ് എടുത്തത്. സിയുടെ വാല്യൂ 2/3 എന്ന് കിട്ടി. അപ്പോൾ വൈ പി ഈക്വൽ ടു 2/3 ഇ പവർ മൈനസ് 2x. അങ്ങനെയാണെങ്കിൽ ജനറൽ സൊല്യൂഷൻ എന്തായിരിക്കും? ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു നമ്മൾ പറഞ്ഞിട്ടുണ്ട് y ഈക്വൽ ടു YH. YH എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് YH. C1 ഇ പവർ എക്സ് പ്ലസ് C2 ഇ പവർ 3x ആണ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. അപ്പം C1 ഇ ടവർ ഓഫ് എക്സ് പ്ലസ് C2 ഇ ടവർ ഓഫ് 3x ആണ് ഇതിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഇത്. ദെൻ YP ഈക്വൽ ടു 2/3 ഇ പവർ മൈനസ് 2x എന്ന് കിട്ടി. ഇതാണ് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ. ഓക്കെ, അപ്പം YH പ്ലസ് YP. ഓക്കെ, വളരെ സിമ്പിളാണ്. നമുക്ക് വേറൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നെക്സ്റ്റ് എക്സാമ്പിൾ 2. സോൾവ് ദ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ y2 ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു 8x സ്ക്വയർ. ഇതാണ് നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ. അപ്പോൾ ഇതിന്റെ കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഇക്വേഷൻ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽസ് y2 ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു 0. അപ്പോൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്തായിരിക്കും? ലാംഡ സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0. അപ്പോൾ ലാംഡ ഈക്വൽ ടു എന്തായിരിക്കും? ലാംഡ സ്ക്വയർ ഈക്വൽ ടു -4, ലാംഡ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2y. അതാണ് ലാംഡ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2y ആണ്. അപ്പോൾ ഒമേഗ 2 ആണ് ഇവിടെ. ലാംഡ ഈക്വൽ ടു ആൽഫ പ്ലസ് ഐ ഒമേഗയാണ്. ആൽഫയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ YH എന്തായിരിക്കും? ഇ ടു പവർ ഓഫ് 0 ഇൻറ്റു, അപ്പം ആൽഫ ഇല്ല, ആൽഫ പ്ലസ് ഐ പ്ലസ് ഓർ മൈനസ് ഐ ഒമേഗയാണെങ്കിൽ വാല്യൂ എന്തായിരിക്കും? ഇ ടു പവർ ഓഫ് ആൽഫ എക്സ് ഇൻറ്റു എ കോസ് ഒമേഗ എക്സ് പ്ലസ് ബി സൈൻ ഒമേഗ എക്സ് ആണ്. ഇവിടെ ആൽഫ ഇല്ല, അപ്പോൾ ഈ ആൽഫ 0 ആയതുകൊണ്ട് ഇത് 0x, അപ്പോൾ ഇത് 1 ആയി പോയി. ഒമേഗയുടെ സ്ഥാനത്ത് ഇവിടെ 2 ആണ്. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ എന്തായിരിക്കും? എ കോസ് 2x പ്ലസ് ബി സൈൻ 2x. അതാണ് അതിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. മറന്നു പോകരുത്, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ YH അതാണ്. YH എ കോസ് 2h പ്ലസ് ബി സൈൻ 2x. ഓക്കെ, ഇനി ഇതിന്റെ RX എന്ന് പറയുന്നത് എന്താണ്? RX 8x സ്ക്വയർ ആണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അപ്പോൾ YP എന്ന് പറയുന്നത് x² വരെ ടേം എടുക്കണം. അപ്പോൾ x² ആയതുകൊണ്ട് k2x² പ്ലസ് k1x പ്ലസ് k0. ഇനി x³ ആണെങ്കിലോ k3x³ മുതൽ എടുക്കണം. ഇനി x5 ആണെങ്കിലോ k5x5 പ്ലസ് k4x4 അത്രയും എടുക്കണം. അപ്പോൾ ഇവിടെ 8x² ആയതുകൊണ്ട് YP ഈക്വൽ ടു ദിസ് ആണ്. അങ്ങനെയാണെങ്കിൽ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ അകത്ത് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ വൈക്ക് പകരം YP സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പർട്ടിക്കുലർ സൊല്യൂഷൻ. അപ്പോൾ YP2 ഡാഷ് പ്ലസ് 4YP ഈക്വൽ ടു 8x² ആവും.
അതാണ് തന്നിരിക്കുന്ന നോൺ ഹോമോജീനിയസ് ഇക്വേഷന്റെ വൈയുടെ സ്ഥാനത്ത് വൈ പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വൈ പി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, എന്നിട്ട് വൈ പി ഇതാണ് വൈ പി. ഓക്കെ, ദെൻ വൈ പി എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെ 2 പ്രാവശ്യം വൈ പി ടു ഡാഷ് എന്ന് പറഞ്ഞാൽ ഇതിനെ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും കിട്ടുക? ആദ്യത്തെ 1 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ അന്ന് എക്സ് എല്ലാം പോയി K1 ആയിരിക്കും. 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതാണ് ഇതിൽ നിന്ന് വരുള്ളൂ. 2K2 ആവും, എക്സ് പോവും. എക്സ് സ്ക്വയർ 1 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് ആയി, പിന്നെ 1 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ്. അപ്പോൾ K2 അതാണ് വൈ പി ഡാഷ് പ്ലസ് 4 ഇൻറ്റു വൈ പി ഇതിങ്ങനെ കിട്ടി ഈക്വൽ ടു 8x². 8x² എന്ന് കിട്ടി. ഇനി നമ്മൾ ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ x²ന്റെ കോഎഫിഷ്യൻറ്റ് ഇക്വേറ്റ് ചെയ്യുക. x²ന്റെ കോഎഫിഷ്യൻറ്റ് ഇക്വേറ്റ് ചെയ്യുന്നത് ഇവിടെ x², ഇവിടെ x²ന്റെ കോഎഫിഷ്യൻറ്റ്, ഇവിടെ 4K2 ആണ്. 4K2 ഈക്വൽ ടു 8 അത് കിട്ടി. ഓക്കെ, ഇനി ഇക്വേറ്റ് ചെയ്യേണ്ടത് എന്താ? K1ന്റെ കോൺസ്റ്റന്റ് ആണ്. ഇവിടെ K1ന്റെ കോൺസ്റ്റന്റ് എന്താണ്? എക്സിന്റെ കോൺസ്റ്റന്റ് കോഎഫിഷ്യൻറ്റ്. എക്സിന്റെ കോഎഫിഷ്യൻറ്റ് 4K1 ആണ്, ഇവിടെ 0 ആണ്. അപ്പോൾ 4K1 ഈക്വൽ 0. ഇനി കോൺസ്റ്റന്റ് ടേമിൽ എക്സ് ഇല്ലാത്ത ടേം 2K2 പ്ലസ് K0 ആണ്. 2K2 പ്ലസ് K0 റൈറ്റ് സൈഡിൽ കോൺസ്റ്റന്റ് ടേം 0 ആണ്. ഇതാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കിട്ടി? 4K2 ഈക്വൽ ടു 8 ആണെങ്കിൽ K2 ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഈ 4K1 0 ആയതുകൊണ്ട് K1 ഈക്വൽ ടു 0. K2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ K2 ഇവിടെ K2 അപ്പോൾ K1 ഈക്വൽ K2 ഈക്വൽ ടു 2. ഇവിടെ K0 ഈക്വൽ ടു മൈനസ് ഇതാ K1 K0 ആണ്. ഇത് K0 ആണിത്. അപ്പോൾ ഇവിടെ 2K2 ഈക്വൽ ടു 4K0 ഈക്വൽ 0. K2ൻ്റെ സ്ഥാനത്ത് 2 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഇവിടെ 2 × 2 4 ആവും. 4 പ്ലസ് K0 ഈക്വൽ ടു 0. 4K0 ഈക്വൽ ടു മൈനസ് 4 K0 ഈക്വൽ ടു -1. അപ്പം ഈ വാല്യൂസ് എല്ലാം കിട്ടി. വൈ പിയുടെ വാല്യൂ എന്താ? വൈ പി നമുക്ക് ഇവിടെ കിട്ടിയത് എന്താണ്? വൈ പി ഈക്വൽ ടു K2x². വൈ പി K2 എന്ന് പറഞ്ഞാൽ 2x². K1 ഇല്ല, K1 0 ആണ്. K0 എന്താ? K0 ഈക്വൽ ടു -1. അപ്പോൾ വൈ പി ഈക്വൽ ടു 2x² -1. ഇത് ജനറൽ സൊല്യൂഷൻ എന്താ? ഹോമോജീനിയസ് ഇക്വേഷൻ എന്താ? വൈ എച്ച് നമുക്ക് ഇവിടെ കിട്ടി. A cos 2x പ്ലസ് B sin 2x പ്ലസ് വൈ പി 2x² -1 കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് വൈ കിട്ടി. ജനറൽ സൊല്യൂഷൻ, നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ ജനറൽ സൊല്യൂഷൻ. ഓക്കെ, ദെൻ എക്സാമ്പിൾ നമ്പർ 3. സോൾവ് ദ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ y2 ഡാഷ് മൈനസ് y ഡാഷ് മൈനസ് 2y ഈക്വൽ ടു 10 cos x. അപ്പോൾ അതിൻ്റെ ഹോമോജീനിയസ് പാർട്ട് ഏതാ? y2 ഡാഷ് മൈനസ് y ഡാഷ് മൈനസ് 2y ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്തായിരിക്കും? λ² മൈനസ് λ മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു λ പ്ലസ് 1 ഇൻറ്റു λ മൈനസ് 2 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2ഉം ആഡ് ചെയ്യുമ്പോൾ -1 കിട്ടണം. ഓക്കെ, അപ്പോൾ λ ഈക്വൽ ടു എന്താ? λ ഈക്വൽ ടു -1, λ ഈക്വൽ ടു 2 ആണ്. അപ്പോൾ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്താണ്? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ YH കോംപ്ലിമെന്ററി ഫംഗ്ഷൻ C1 e to the power of -1x. ഇതാ C1 e to the power of -1x പ്ലസ് e to the power of 2x. അതാണ് YH. അത് കിട്ടി. YH കിട്ടി. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. YH നമുക്ക് കിട്ടി. ഇനി YH കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട YP ആണ്. ഓക്കെ, ഇതിൻ്റെ RX എന്താണ്? RX 10 cos x ആണ്. 10 cos x ആണ് RX. 10 cos x ആണ്. അപ്പോൾ YP എന്തായിരിക്കും? cos x ആണെങ്കിൽ 10 cos x ആണെങ്കിൽ നമ്മുടെ ഫോർമുല കണ്ടിട്ടുണ്ടല്ലോ. ഫോർമുലയിൽ cos x ആണ്. 10 cos x ആണെങ്കിൽ A cos QX പ്ലസ് M sin x QX ആണ്. Q കോമൺ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ അത് ഇടണം. 10 ഇവിടെ നമ്മൾ 10 cos x ആണ്. അപ്പോൾ YP ഈക്വൽ ടു K cos x പ്ലസ് M sin x. അതാണ് 10 cos x. YP ഈക്വൽ ടു 10 cos x എന്നുള്ളത്. അപ്പം cos x ആണെങ്കിൽ K cos x പ്ലസ് M sin x. ഇനി 10ന് പകരം 100 cos x ആണെങ്കിൽ ഇത് തന്നെയായിരിക്കും. -2 cos x ആണെങ്കിൽ ഇത് തന്നെയായിരിക്കും. ഇനി cos x ന് പകരം sin x ആണെങ്കിൽ ഇത് തന്നെയായിരിക്കും. 5 sin x ആണെങ്കിൽ ഇത് തന്നെയായിരിക്കും. അപ്പോൾ A cos x B sin x ആണെങ്കിൽ ഇത് തന്നെയായിരിക്കും എടുക്കുക YP.
അപ്പോൾ വൈ പി ഇത് നമുക്ക് കിട്ടി, വൈ പി കിട്ടി. ഓക്കെ, വൈ പി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വൈ പി ഇതായിട്ട് എടുത്തു. അതിനി നമുക്ക് ഈ ഇതിനകത്ത് വൈ പി സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പം വൈ പി 2 ഡാഷ് മൈനസ് വൈ പി ഡാഷ് മൈനസ് 2 വൈ പി ഈക്വൽ ടു 10 കോസ് എക്സ്. അതാണ്. ഇനി വൈ പിയെ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇതിനെ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? മൈനസ് കെ കോസ് എക്സ് മൈനസ് എം സൈൻ എക്സ് കിട്ടും. മൈനസ് വൈ പി ഡാഷ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കെ കോസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കെ സൈൻ എക്സ് പ്ലസ് എം സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എം കോസ് എക്സ് മൈനസ് 2 വൈ പി. വൈ പി എന്ന് പറയുന്നത് കെ കോസ് എക്സ് പ്ലസ് എം സൈൻ എക്സ്. ഇതാണ് ലെഫ്റ്റ് സൈഡ് കിട്ടുക. അപ്പം ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം? കെ എത്രയുണ്ട്? കോസെക്സിൻ്റെ കോസെക്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇതൊരു കോസെക്സ് ആണ്, ഇവിടെ ഒരു കോസെക്സ് ഉണ്ട്, ഇവിടെ ഒരു കോസെക്സ് ഉണ്ട്. അപ്പോൾ കോസെക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ മൈനസ് 2k ഉണ്ട്, ഇവിടെ മൈനസ് കെയും ഉണ്ട്. മൈനസ് 2kയും മൈനസ് കെയും മൈനസ് 3k. പിന്നെ ഇവിടെ ഒരു മൈനസ് എം ഉണ്ട്. കോസെക്സിന് ഇതാ ഈ ഒരു മൈനസ് ഇൻറ്റു മൈനസ്, അപ്പോൾ പ്ലസ് മൈനസ് എം കോസെക്സ്. ഓക്കെ, ഇനി വരുന്നത് എന്താണ്? ഇനി സൈൻ എക്സ്. സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വരും, ഇവിടുന്ന് വരും, ഇവിടുന്ന് വരും. അപ്പോൾ സൈൻ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഏതായിരിക്കും? സൈൻ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടുന്ന് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് കെ വരും, പ്ലസ് കെ. പിന്നെ ഇവിടുന്ന് സൈൻ എക്സിൻ്റെ മൈനസ് 2m മൈനസ് എമ്മും മൈനസ് 3m സൈൻ എക്സ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് 10 കോസ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ കോസെക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻ്റ് കോസെക്സിൻ്റെ ഇവിടെ കോഎഫിഷ്യൻ്റ് 3k മൈനസ് 3k മൈനസ് എം ആണ്, ഇവിടെ 10 ആണ്. അപ്പോൾ മൈനസ് 3k മൈനസ് എം ഈക്വൽ ടു 10. ഇവിടെ സൈൻ എക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലെ കോഎഫിഷ്യൻ്റ് k മൈനസ് 3m ആണ്, റൈറ്റ് സൈഡിൽ സൈൻ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് അപ്പോൾ 0. k മൈനസ് 3m ഈക്വൽ ടു 0യ്ക്കകത്ത് k ഈക്വൽ ടു 3m എന്ന് കിട്ടും. ഇവിടെ k ഈക്വൽ ടു 3m കൊടുത്തു കഴിഞ്ഞാൽ 9 മൈനസ് 9m മൈനസ് 9m മൈനസ് എം കൂടെ കൂടിയ മൈനസ് 10m ഈക്വൽ ടു 10, m ഈക്വൽ ടു മൈനസ് 1, m ഈക്വൽ ടു മൈനസ് 1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ k ഈക്വൽ ടു മൈനസ് 3 ആയി. അപ്പോൾ kയും എമ്മും കിട്ടി, kയും എമ്മും കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് kയും എമ്മും കിട്ടിക്കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? തന്നിരിക്കുന്ന ഇക്വേഷനിൽ വൈ പിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ kയും എമ്മും കിട്ടി. k ഈക്വൽ ടു മൈനസ് 3, m ഈക്വൽ ടു മൈനസ് 1. അപ്പോൾ വൈ പി ഈക്വൽ ടു മൈനസ് 3 കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. വൈ പി വൈ എച്ച് നമുക്ക് ആദ്യമേ കിട്ടിയിട്ടുണ്ട്. വൈ എച്ച് ഈക്വൽ ടു C1 e പവർ മൈനസ് എക്സ് പ്ലസ് C2 e പവർ 2x ആണ്. അപ്പോൾ നമുക്കത് കിട്ടി. അപ്പം വൈ പി ഇതാണ്, വൈ എച്ച് ഇതാണ്, വൈ പി ഇതാണ്. അപ്പം y ഈക്വൽ ടു ജനറൽ സൊല്യൂഷൻ y ഈക്വൽ ടു ദിസ്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ 4. സോൾവ് ദ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ y2 ഡാഷ് മൈനസ് 2y ഡാഷ് ഈക്വൽ ടു e പവർ എക്സ് സൈൻ എക്സ്. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ അല്ല ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്തായിരിക്കും? ലാംഡ സ്ക്വയർ മൈനസ് 2 ലാംഡ ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ലാംഡയുടെ വാല്യൂ എന്തായിരിക്കും? ഇതിനകത്ത് ലാംഡ പുറത്ത് ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 2 ഈക്വൽ ടു 0 ഓർ ലാംഡ ഈക്വൽ ടു 0 ആൻഡ് ലാംഡ ഈക്വൽ ടു 2. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ ആയിരിക്കും C1 e പവർ ഓഫ് 0x. അപ്പോൾ C1 പ്ലസ് C2 e പവർ ഓഫ് 2x ആണ് YH. ഓക്കെ, ദെൻ അതിൻ്റെ RX എന്താ? RX e പവർ എക്സ് സൈൻ എക്സ് ആണ്. e പവർ എക്സ് സൈൻ എക്സ് ആണ്, e പവർ എക്സ് സൈൻ എക്സ് ആണ്. അപ്പോൾ സൈൻ എക്സ് ആണെങ്കിൽ k കോസ് എക്സ് പ്ലസ് എം, സൈൻ എക്സ് ആണെങ്കിൽ k കോസ് എക്സ് പ്ലസ് എം സൈൻ എക്സ് ആണ് എടുക്കേണ്ടത്.
ടേബിൾ അനുസരിച്ച്. ഇ പവർ എക്സ് സൈൻ എക്സ് ആണെങ്കിലോ ഇതിനെ ഇ പവർ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇ പവർ എക്സ് കൊണ്ട് രണ്ട് സ്ഥലത്തും മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് നമ്മുടെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഇതാ കെ ഇ പവർ പി എക്സ് സൈൻ ക്യു എക്സ് ആണെങ്കിൽ ഇ പവർ പി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ്. അതുപോലെ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഇതാണ് ഇ പവർ വൈ പി ഈക്വൽ ടു കെ ഇ പവർ എക്സ് കോസ് എക്സ് പ്ലസ് എം ഇ പവർ എക്സ് സൈൻ എക്സ്. അതാണ് എം പി. ഓക്കെ, സോറി, വൈ പി. ദെൻ ഇതാണ് വൈ പി. അപ്പം ഇതിൻ്റെ വൈ എച്ച് ഇതാണ് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ. ഇനി ഈ വൈ പി ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം വൈ പി 2 മൈനസ് 2 വൈ പി ഡാഷ് ഈക്വൽ ടു ഇ പവർ എക്സ് സൈൻ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ വൈ പിയുടെ വാല്യൂ ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം വൈ പി 2 ഇതിനെ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. മൈനസ് 2 ഇൻറ്റു വൈ പി എന്ന് എഴുതുക ഈക്വൽ വൈ പി ഡാഷ് 2 വൈ പി ഡാഷ് വൈ പി 2 അതിനെ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. മൈനസ് 2 ഇനി ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഈക്വൽ ടു ഇ പവർ എക്സ് സൈൻ എക്സ് എന്ന് എഴുതുക. ഇപ്പം ഇങ്ങനെ കിട്ടും. ഇതിൻ്റെ രണ്ട് സൈഡത്തെയും കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുക നമ്മൾ നേരത്തെ ചെയ്ത പോലെ. അപ്പോൾ കെ ഈക്വൽ ടു 0 എം ഈക്വൽ ടു മൈനസ് ഹാഫ് എന്ന് കിട്ടും. അതാണ് കെ ഈക്വൽ 0 എം ഈക്വൽ ടു മൈനസ് ഹാഫ്. അപ്പോൾ വൈ പി എന്തായിരിക്കും? വൈ പി ഈക്വൽ ടു കെ ഈക്വൽ ടു 0. കെ ഈക്വൽ ടു 0 ഇത് പോയി. എം ഈക്വൽ ടു മൈനസ് ഹാഫ്. അപ്പോൾ വൈ പി ഈക്വൽ ടു മൈനസ് ഹാഫ് ഇ പവർ എക്സ് സൈൻ എക്സ് എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ജനറൽ സൊല്യൂഷൻ എന്തായിരിക്കും? വൈ എച്ച് ഇവിടെ കിട്ടിയിട്ടുണ്ട്. C1 പ്ലസ് C2 ഇ പവർ 2x പ്ലസ് വൈ പി ഇത്. ഓക്കെ, ദെൻ ഇക്വേഷൻ നമ്പർ 5, എക്സാമ്പിൾ നമ്പർ 5. ഫൈൻഡ് ദ പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് y2 മൈനസ് 3y മൈനസ് 4y ഈക്വൽ ടു 3 ഇ പവർ 2t. ഇതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷനാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കാണാൻ പറഞ്ഞിട്ടില്ല. കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കാണുകയാണെങ്കിൽ നിങ്ങൾ വൈ എച്ച് കാണുക. ഇതിന് വൈ പി ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആർ എക്സ് എന്ന് പറയുന്നത് എന്താണ്? 3 ഇ പവർ ആർ എക്സ്. ഇതാണ് 3 ആർ എക്സ് ഈക്വൽ ടു 3 ഇ പവർ 2t ആണ്. അപ്പോൾ ഇത് എക്സിന് പകരം ടി ആണുള്ളത്. വൈ ഇൻ ടേംസ് ഓഫ് ടി ആണ്, ഫംഗ്ഷൻ ടി ആണ്. അപ്പോൾ വൈ പി എന്തായിരിക്കും? 3 ഇ പവർ 2t. സി ഇ പവർ 2t ആണ് വൈ പി ഇതാണ്. അപ്പോൾ വൈ പി ഡാഷ് എന്തായിരിക്കും? 2c ഇ പവർ 2t. വൈ പി 2 എന്തായിരിക്കും? ടി എന്തായിരിക്കും? ഇതിനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ 4c ഇ പവർ ഓഫ് 2t. എന്നിട്ട് വൈ പിയുടെ ഇതെല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താവും? വൈ പി 2 മൈനസ് 3 വൈ പി ഡാഷ് മൈനസ് 4 വൈ പി ഈക്വൽ ടു 3 ഇ പവർ ഓഫ് 2t ആവും. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇ പവർ ഓഫ് 2t ഇങ്ങനെ പോയി. അപ്പം 4c 4 മൈനസ് 6c ഇ പവർ 2t അല്ലെങ്കിൽ മൈനസ് 6c ഈക്വൽ ടു 3 c ഈക്വൽ ടു മൈനസ് ഹാഫ് എന്ന് കിട്ടും. അപ്പോൾ വൈ പി ഈക്വൽ ടു മൈനസ് ഹാഫ് ഇ പവർ ഓഫ് 2t എന്ന് കിട്ടും. വൈ പി ഈക്വൽ ടു നമ്മളോട് വൈ പി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്, വൈ എച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ്, ഫൈൻഡ് ദ പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് y2 മൈനസ് 3y മൈനസ് 4y ഈക്വൽ ടു 2 സൈൻ ടി. ഇവിടെ 2 സൈൻ ടി ആയതുകൊണ്ട് വൈ പി എന്തായിരിക്കും? എ സൈൻ ടി പ്ലസ് ബി കോസ് ടി. ഇതാണ് വൈ പി. അങ്ങനെയാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? വൈ പി ഡാഷ് ഇതിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എ സൈൻ ടിയുടെ വൈ പി ഡാഷ് എ കോസ് ടി, ബി കോസ് ടി ഡി എന്തായിരിക്കും ഡെറിവേറ്റീവ്? മൈനസ് ബി സൈൻ ടി ആയിരിക്കും. ഇവിടെ മൈനസ് ആണ്. ഓക്കെ, വൈ പി 2 എന്തായിരിക്കും? മൈനസ് എ സൈൻ ടി മൈനസ് ബി കോസ് ടി. ഈ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വൈ പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എക്സ്പ്രഷൻ y2 ഇക്വേഷൻ നമ്പർ 1. ഇവിടെ വൈ പി 2 മൈനസ് 3 വൈ പി ഡാഷ് മൈനസ് 4 വൈ പി ഈക്വൽ ടു 2 സൈൻ ടി എന്ന് എടുക്കുക.
എന്നിട്ട് ഈ വാല്യൂസ് ഒക്കെ വൈ പി ഡാഷിൻ്റെയും വൈ പി ടു ഡാഷിൻ്റെയും വൈ പിയുടെയും വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായിരിക്കും 2 sin t ആയിരിക്കും. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം. ഇതാണ് രണ്ട് പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതാണ് കിട്ടുക. രണ്ട് പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ഇതാണ്. ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ഇതാണ്. വൈ പിയുടെ വാല്യൂ ഇതാണ്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 കിട്ടും. എന്നിട്ട് ഇതിൻ്റെ ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് സൈൻ ടി ആൻഡ് കോസ് ടി. കോസ് ടിയുടെ ഡെറിവേറ്റീവ് കോഎഫിഷ്യൻ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. സൈൻ ടിയുടെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 2 ആയിരിക്കും. സൈൻ ടിയുടെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് -4a -5a + 3b = 2. കോസ് ടിയുടെ ഫസ്റ്റ് റൈറ്റ് സൈഡിൽ കോസ് ടിയുടെ കോഎഫിഷ്യൻ്റ് 0 ആണ്. ലെഫ്റ്റ് സൈഡിലെ കോസ് ടിയുടെ കോഎഫിഷ്യൻ്റ് -4b -5b -3a ഇത് കിട്ടി. ഈ രണ്ട് ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്താൽ a = -5/17 b = 3/17 എന്ന് കിട്ടും. അത് വൈ പിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ വൈ പിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ വൈ പി = a = -5/17 sin t + b 3/17 cos t കിട്ടും. വളരെ സിമ്പിളായിട്ട്, ഇതൊക്കെ വളരെ സിമ്പിൾ ഇതാണ്. ഈ ഇക്വേഷനിലാണ് എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് ഇക്വേഷൻ നമ്പർ 7. എക്സാമ്പിൾ നമ്പർ 7. Find the solutions of y2 dash minus 3y dash minus 4y equal to -8e⁻t cos 2t. അപ്പം ഇത് e പവർ ടിയുടെയും cos 2tയുടെയും ആണ്. cos 2t ആണെങ്കിൽ എന്താ? a cos 2t പ്ലസ് b sin 2t ആണ് എടുക്കേണ്ടത്. ഇവിടെ e പവർ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് രണ്ട് സൈഡിലും e പവർ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇവിടെയും. അപ്പം ഇത് കിട്ടി. അതാണ് വൈ പി ഡാഷ് കാണുക. അതിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കിട്ടും. ഇനി ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വൈ പി ടു ഡാഷ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കിട്ടും. ഇങ്ങനെയാണ് കിട്ടുക. എന്നിട്ട് ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതാ ഈ ഇക്വേഷൻ നമ്പർ 1ൽ ഇവിടെ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ വൈ പി ടു ഡാഷ് -3yp ഡാഷ് -4yp = -8e⁻t cos 2t എന്നാണ്. അപ്പം എന്നിട്ട് എന്ത് ചെയ്യണം? ഈ വൈ പി ടു ഡാഷിന് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിന് വൈ പി ഡാഷിന് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വൈ പിക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുക. e⁻t cos 2tയുടെ കോഎഫിഷ്യൻ്റ് രണ്ട് സൈഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം sin 2tയുടെ ലെഫ്റ്റ് സൈഡിൽ sin 2t ഉണ്ട്, cos 2t ഉണ്ട്. sin 2t റൈറ്റ് സൈഡിൽ sin 2tയുടെ കോഎഫിഷ്യൻ്റ് 0 ആണ്. ലെഫ്റ്റ് സൈഡിൽ e⁻t sin 2tയുടെ കോഎഫിഷ്യൻ്റ് 2a - 10b ആയിരിക്കും. അത് ചെയ്ത് നോക്കണം. റൈറ്റ് സൈഡിൽ -e⁻t cos 2tയുടെ ആണ്. അത് 8 ആയിരിക്കും. റൈറ്റ് സൈഡിൽ -et cos 2t ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ കോഎഫിഷ്യൻ്റ് 10a + 2b ആയിരിക്കും. ഇതിന്ന് എയുടെ വാല്യൂ കിട്ടും. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വലിയൊരു ഇക്വേഷൻ കിട്ടും. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് ഇക്വേഷൻ ആയിരിക്കും കിട്ടുക. ഈ രണ്ട് ഇക്വേഷൻ എയുടെ വാല്യൂവും ബിയുടെ വാല്യൂവും കിട്ടും. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വൈ പിയിൽ. അപ്പോൾ എയുടെ വാല്യൂ എന്താ കിട്ടുക? 10/13. ഇതാ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ 10/13 e⁻t cos 2t പ്ലസ് ബി എന്തായിരിക്കും? 2/13 e⁻t sin 2t എന്ന് കിട്ടും. ഓക്കെ.